കൂത്തുപറമ്പ് സമരനായകൻ പുഷ്പൻ അന്ത്യാഭിവാദ്യം അർപ്പിച്ച് ജന്മനാട് ചൊക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനം തുടരുകയാണ്. വൈകിട്ട് 5 മണിയോടെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. ഞങ്ങളുടെ പ്രതിനിധികൾ ദീപക് ധർമ്മടവും സജോ ദേവസിയും വിശദാംശങ്ങളുമായി. ആദ്യം സജോ ദേവസിയിലേക്ക്. സജോ, നമ്മൾ കണ്ടതാണ് ഇന്നലെ മുതൽ എങ്ങനെയാണ് സഖാക്കൾ ഒഴുകിയെത്തിയത് തങ്ങളുടെ പ്രിയപ്പെട്ട സഖാവിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ എന്നത്. ഇന്നിപ്പോൾ ചൊക്ലിയിലേക്ക് മൃതദേഹം എത്തിക്കുന്നു. ഇപ്പോഴും രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലുള്ള പൊതുദർശനം തുടരുകയാണ്. അനുജ 5 മിനിറ്റിനകം ചൊക്ലി രാമവിലാസം സ്കൂളിലെ പൊതുദർശന ചടങ്ങുകൾ പൂർത്തിയാകും. അതിനുശേഷം പുഷ്പന്റെ മൃതദേഹം മേനപ്പുറത്തെ വീട്ടിലേക്ക് കൊണ്ടുപോകും. തുടർന്ന് തൊട്ടടുത്ത് തന്നെയുള്ള ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിന് സമീപം ഒരുക്കിയിരിക്കുന്ന സ്ഥലത്താണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഇപ്പോൾ റെഡ് വാളണ്ടിയർമാരുടെ സല്യൂട്ട് വിട നൽകൽ ചടങ്ങാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. CPIM-ന്റെയും DYFIയുടെയും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഇവിടെ പുഷ്പന് വിട നൽകാൻ എത്തിയിട്ടുണ്ട്. ഇവിടെ വൈകാരികമായ വികാരവായ്പോടുകൂടിയുള്ള ഒരു വിട നൽകൽ തന്നെയാണ്. തണ്ടൊടിഞ്ഞിട്ടും കാലങ്ങളോളം വാടാതെ നിന്ന ചെമ്പനീർ പൂവ് എന്ന പാട്ടിൽ അദ്ദേഹത്തെക്കുറിച്ച് തന്നെ വിശേഷിപ്പിച്ചതുപോലെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം വൈകാരികതയാണ്. DYFIയെ സംബന്ധിച്ചിടത്തോളവും CPIM-നെ സംബന്ധിച്ചിടത്തോളവും ഇതിലും വലിയ ഒരു പ്രതീകം, പാർട്ടിക്കൂറിന്റെ ത്യാഗത്തിന്റെ പോരാട്ടത്തിന്റെ ഇതിലും വലിയൊരു പ്രതീകമില്ല എന്ന കാര്യം ഉറപ്പാണ്. ആ നിലയ്ക്കുള്ള വികാര വായ്പുണ്ട്. വലിയ തോതിൽ ആളുകളുടെ വലിയൊരു ജനസഞ്ചയം തന്നെ ജില്ലയ്ക്കകത്തു നിന്നും പുറത്തു നിന്നും അടക്കം വിവിധ ഇടങ്ങളിൽ നിന്ന് വലിയ തോതിൽ പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടി ഒഴുകിയെത്തി. 4:30 വരെയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ചൊക്ലി രാമവിലാസം സ്കൂളിൽ പൊതുദർശന നിശ്ചയിച്ചിരിക്കുന്നത്. വലിയ തോതിൽ ആളുകളുണ്ട്. അവർക്കെല്ലാം തന്നെ അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരം ഇതിനകം തന്നെ ഒരുക്കിയിട്ടുണ്ട്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ, DYFIയുടെ സംസ്ഥാന അഖിലേന്ത്യാ നേതാക്കളടക്കമുള്ള ആളുകളും ഇവിടെയുണ്ട്. ഇനി ഉടൻ തന്നെ നേരെ വീട്ടിലേക്ക് കൊണ്ടുപോവുക എന്നതാണ്. ഏതാണ്ട് വെടിയേറ്റ് വീണ് തളർന്നിട്ട് ഏതാണ്ടൊരു 3 പതിറ്റാണ്ട് പൂർത്തിയാകുന്നു. ആ 3 പതിറ്റാണ്ടും ആത്മവീര്യം ചോരാതെ തളരാത്ത പോരാളി എന്ന വിശേഷണം കൊണ്ട് തന്നെ പ്രവർത്തകർക്കിടയിൽ അങ്ങേയറ്റം വൈകാരികമായൊരു പേര് തന്നെയാണ് പുതുക്കുടി പുഷ്പൻ എന്നത്. ആ നിലയ്ക്ക് DYFIയുടെയും CPIM-ന്റെയും കേരള രാഷ്ട്രീയ ചരിത്രത്തിലെയും ഏറ്റവും സുപ്രധാനമായ ഒരേട് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ സമരത്തിൽ യുവജന പ്രക്ഷോഭത്തിന് നേരെയുണ്ടായ അസാധാരണമായ വെടിവെപ്പും അതിൽ 3 പതിറ്റാണ്ട് രക്തസാക്ഷിയായി തന്നെ ജീവിച്ചിരുന്ന മനുഷ്യനാണ് വിടവാങ്ങുന്നത്. ആ നിലയ്ക്കുള്ള പ്രാധാന്യം അദ്ദേഹത്തിന് ഉറപ്പായും ഉണ്ട്. രാഷ്ട്രീയ ഭേദമന്യേ എന്നതുകൂടി ഒരു നിസ്തർക്കമായ വസ്തുതയാണ്. ഇപ്പോൾ വലിയ തോതിൽ പ്രവർത്തകരൊക്കെ അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി വലിയ തോതിലുള്ള ജനസഞ്ചയം തന്നെ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. അതിൽ മറ്റൊരു ശ്രദ്ധേയമായ കാര്യം കൂടിയുള്ളത്, MV രാഘവൻ മന്ത്രിയായിരിക്കെ അദ്ദേഹം കൂത്തുപറമ്പിലെ അർബൻ ബാങ്കിന്റെ സായാഹ്ന ശാഖ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയപ്പോൾ അവിടെ DYFI സമരം പ്രഖ്യാപിക്കുകയും അന്ന് 1994 നവംബർ 25-ന് അദ്ദേഹത്തിന് നേരെ പ്രതിഷേധവുമായി എത്തിയ പ്രവർത്തകർക്ക് നേരെയാണ് വെടിവെച്ചത്. അതിൽ രാഷ്ട്രീയമായി ശ്രദ്ധേയമായ ഒരു കാര്യം, അന്ന് അദ്ദേഹത്തിന്റെ മകൻ MV ദികേഷ് കുമാർ എന്ന് CPIM-ലാണ്, CPIM-ന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമാണ്. അദ്ദേഹം ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട് എന്നത് മറ്റൊരു രാഷ്ട്രീയമായി കൗതുകമുള്ള ഒന്നാണ്. MV രാഘവനെയും അവസാന കാലത്ത് CPIM രാഷ്ട്രീയാലിംഗനം ചെയ്തിരുന്നു. ഒപ്പം സ്വാശ്രയ വിഷയത്തിലും വ്യത്യസ്തമായ നിലപാട് പിന്നീട് പ്രസ്ഥാനം സ്വീകരിച്ചു എന്നതൊക്കെ ഒരു വസ്തുതയായി തന്നെ കാണേണ്ടതുണ്ട്. അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട്. പക്ഷെ അപ്പോഴും പുഷ്പന്റെ സമരം എന്നത് ഉറപ്പായും അതിന് ചരിത്രപരമായി ഏറെ പ്രസക്തിയുള്ളതാണ്. കാരണം ഒരു യുവജന പ്രക്ഷോഭത്തിന് നേരെ വെടിയുതിർക്കുക, ആ നിറതോക്കിന് മുന്നിലേക്ക് സധൈര്യം എടുത്തു ചാടുക, 5 മനുഷ്യർക്ക് ജീവൻ നഷ്ടമാവുക, അതിൽ ജീവിക്കുന്ന രക്തസാക്ഷിയായി അന്നു മുതൽ കിടന്ന കിടപ്പിൽ കിടന്ന പുഷ്പൻ ആത്മവീര്യം ചോരാതെ തുടർന്നും അണികൾക്കാകെ, CPIM-നാകെ, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കാകെ ആവേശവും വികാരവുമൊക്കെയായി ഈ കണ്ട കാലമത്രയും ഏതാണ്ട് 3 പതിറ്റാണ്ട് കാലം 24-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം വെടിയേറ്റ് വീഴുന്നത് കൂത്തുപറമ്പിന്റെ തെരുവ് വീഥികളിൽ. അന്ന് അവിടെ ചോരക്കളമായി 5 പേർ രക്തസാക്ഷികളായി അക്കൂട്ടത്തിൽ ആണ് ഇക്കാലം അത്രയും അദ്ദേഹം തുടർന്നിരുന്നത്. അന്നു മുതൽ ഇങ്ങോട്ടേക്ക് പ്രസ്ഥാനത്തിന്റെ മുഴുവൻ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം പുഷ്പൻ എന്ന പേര് തന്നെ ഒരു വികാരമായി. അതുകൊണ്ട് പുഷ്പനെ അറിയാത്തവരില്ല DYFIക്കാരിൽ, CPIM-കാരിൽ എന്ന് പൊതുവെ പറയാറുണ്ട്. അത് അന്വർത്ഥമാണ്. ആ പോരാട്ടത്തിനാണ് ആളുകൾ വിട നൽകുന്നത്. അത് ദീർഘമായ ഒരു ചരിത്രമാണ്. അടിയന്തരാവസ്ഥക്കാലത്തിന് ശേഷം CPIM-ന്റെ DYFIയുടെയൊക്കെ ഒരു പോരാട്ട ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏടായി ഉറപ്പായും അടയാളപ്പെടുത്താൻ പോകുന്ന ഒന്ന് തന്നെയാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് മൃതദേഹം ഇപ്പോൾ പുറത്തേക്ക് എടുക്കുകയാണ്. നേരെ വീട്ടിലേക്ക്, അദ്ദേഹത്തിന്റെ ചൊക്ലി മേനപ്പുറത്തെ വീട്ടിലേക്കാണ് കൊണ്ടുപോവുക. അവിടെ നിന്ന് വീട്ടിൽ അടുത്ത
ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമാണ് അന്തിമോപചാരം അർപ്പിക്കാനുള്ള ക്രമീകരണം പാർട്ടി നേതൃത്വം ഒരുക്കിയിരിക്കുന്നത്. അതിനുശേഷം മറ്റുള്ള ആളുകൾക്കെല്ലാം അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരമുള്ളത് ഈ നോർത്ത് മേനപ്പുറം ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിനോട് ചേർന്ന് സംസ്കാര ചടങ്ങിനായി നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്താണ് അതിനുള്ള അവസരമുള്ളത്. ഇതിനൊക്കെ അതായത് ശവമഞ്ചം അടക്കം എടുക്കുന്നത് CPM സംസ്ഥാന സെക്രട്ടറി തന്നെയാണ് നേതൃത്വം നൽകുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, കണ്ണൂർ ജില്ലാ സെക്രട്ടറി MB ജയരാജൻ, കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി, DYFയുടെ ദേശീയ സംസ്ഥാന നേതാക്കളൊപ്പം ജില്ലയിലെയും മറ്റു ഇടങ്ങളിലെയും ഒക്കെ ആ കാലത്തെ യുവജന സംഘടനയുടെ നേതൃത്വത്തിൽ ഇരുന്ന ആളുകളൊക്കെ തന്നെയും അന്നത്തെ വെടിവെപ്പ് നടക്കുന്ന വേളയിൽ സംസ്ഥാന നേതൃത്വത്തിലും ജില്ലാ നേതൃത്വത്തിലും ഒക്കെ ഉണ്ടായിരുന്ന വിവിധ ജില്ലക്കാരായിട്ടുള്ള നേതാക്കളും ഒക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഈ സ്കൂളിലെ ഇവിടുത്തെ ചൊക്ലി സ്കൂളിലെ പൊതുദർശന ചടങ്ങുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി നേരെ ആ വീട്ടിലേക്കായിരിക്കും പോവുക. അദ്ദേഹത്തിന് DYFI തന്നെ പണിത് നൽകിയ വീടാണ്, അതിന് തൊട്ടടുത്ത് തന്നെയായിരുന്നു കുടുംബ വീടും. അങ്ങോട്ടേക്കായിരിക്കും കൊണ്ടുപോവുക. ഇപ്പോൾ പ്രവർത്തകരുടെ തൊണ്ട പൊട്ടുമാർ ഉച്ചരത്തിൽ അവരുടെ വൈകാരികമായ പ്രകടനങ്ങളുണ്ട്. അത്രമേൽ വികാര വായ്പുണ്ട് പുഷ്പന്റെ പോരാട്ടങ്ങൾക്ക്. അത് എത്രമേൽ വിലമതിക്കുന്നുണ്ട് പാർട്ടി പ്രവർത്തകരും അണികളും അനുഭാവികളും എന്നത് ഇതിനകം തന്നെ ചരിത്രത്തിന്റെ ഭാഗമാണ്. ആ ഒരു വൈകാരികതയോടെയുള്ള വികാര വായ്പോടുകൂടിയുള്ള വിട നൽകലാണ് പുഷ്പന് പ്രവർത്തകർ, പാർട്ടി അനുഭാവികൾ, അണികൾ ഒക്കെ നൽകുന്നത്. അനുജ, പുഷ്പൻ അന്ത്യാഭിവാദ്യം അർപ്പിക്കുകയാണ്. ജന്മനാട് ചൊക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനം അത് അവസാനിച്ചിരിക്കുന്നു. വസതിയിലേക്ക് മൃതദേഹം കൊണ്ടുപോവുകയാണ്. മുതിർന്ന നേതാക്കൾ, CPIM സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ അവിടെ അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ എത്തിയിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് മൃതദേഹം വസതിയിലേക്ക് കൊണ്ടുപോകുന്നത്. ചൊക്ലിയിലെ വസതിയിൽ വീട്ടുവളപ്പിൽ 5 മണിയോടെ സംസ്കാരം നടക്കുമെന്നതാണ്. ദീപക് ധർമ്മടം കൂടിയുണ്ട് മറ്റ് വിശദാംശങ്ങളുമായി. ദീപക്, കൃത്യം 5 മണിക്ക് സംസ്കാരം നടത്തത്തക്ക രീതിയിലാണോ കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്? ഇനിയും വസതിയിലുള്ള പൊതുദർശനം അത് എത്ര സമയം ഉണ്ടാകും? അനുജ, സമയക്രമം തെറ്റിക്കാതെയാണ് ഒരുപക്ഷെ ആയിരങ്ങൾക്ക് അന്ത്യാഭിവാദ്യം അർപ്പിക്കാനുള്ള സൗകര്യങ്ങൾ പാർട്ടി ഒരുക്കിയത്, DYFI ഒരുക്കിയതെന്ന് നമ്മൾ പറയേണ്ടി വരും. കാരണം 4:30 ബോഡി എടുക്കും, മൃതദേഹം എടുക്കും എന്ന് പറഞ്ഞു. 4:30 തന്നെ കൃത്യമായി മൃതദേഹം എടുക്കാനുള്ള തയ്യാറെടുപ്പ് നടന്നു. ഇപ്പോൾ അവിടെ റെഡ് സല്യൂട്ട് നൽകി അന്ത്യാഭിവാദ്യങ്ങൾ, പുഷ്പന്റെ കാൽപാദം പതിഞ്ഞ ആ സ്കൂൾ അങ്കണത്തിലെ പൊതുദർശനം, ആ പൊതുദർശനം തന്നെ ഏറെ വികാരപരമായിരുന്നു. സാധാരണ മനുഷ്യർ, രാഷ്ട്രീയം അറിയാത്തവർ, രാഷ്ട്രീയമുള്ളവർ, ഇതൊന്നുമല്ലാത്തവരും എല്ലാം എത്തുന്നു. പാർട്ടിയുടേതാണെങ്കിൽ സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗമായ MV ഗോവിന്ദൻ മുതൽ അവിടെയുള്ള ബ്രാഞ്ച് സെക്രട്ടറി, പുഷ്പൻ ഉൾപ്പെടുന്ന മേനപ്പുറത്തെ ബ്രാഞ്ച് സെക്രട്ടറി വരെയുള്ളവർ എത്തുന്നു. സ്ത്രീകൾ എത്തുന്നു, കുട്ടികൾ എത്തുന്നു, ആബാലവൃദ്ധം ജനങ്ങൾ, വൃദ്ധർ വരെ ഒന്ന് പുഷ്പനെ ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇത് നമ്മൾ കോഴിക്കോട് നിന്നും ഇന്ന് കാലത്ത് വിലാപയാത്ര തലശ്ശേരി എത്തുന്നവരെ കണ്ടു. തലശ്ശേരിയിൽ വിപുലമായ ജനസഞ്ചയമായിരുന്നു. അത് കഴിഞ്ഞ് കൂത്തുപറമ്പ് രക്തസാക്ഷി മണ്ഡപത്തിലേക്ക് എത്തുന്നു. അവിടെയും വികാര വായ്പിന്റെ ദൃശ്യങ്ങളാണ് കണ്ടത്. ഒടുവിൽ പാനൂരും പാട്യവും പിന്നിട്ട് ചൊക്ലിയിലെത്തി. ചൊക്ലിയിലെ രാമവിലാസ് സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ കണ്ടത് ജനസഹസ്രങ്ങൾ ഒഴുകിയെത്തുന്നതാണ്. അതായത് പൊരിവെയിലത്താണ് 10,000 എത്തുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. അവസാനമായി തങ്ങളുടെ സഹന സമര നായകനെ കാണാൻ 30 ആണ്ടിന്റെ സഹനത്തിന്റെ സൂര്യനാണ് പുഷ്പൻ എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാകില്ല. കാരണം വെടിയേറ്റ് 5 സഖാക്കൾ മരിച്ചപ്പോൾ വെടിയുണ്ട ഉള്ളിൽ കൊണ്ട് തളർന്നു വീണ പുഷ്പൻ, ഞാൻ ഓർക്കുന്നത് നമ്മളെയൊക്കെ കലാലയ ജീവിത സമയത്താണ് പുഷ്പൻ വെടിയേൽക്കുന്നത്. അതിനുശേഷം വിവിധ ഘട്ടങ്ങളിൽ പുഷ്പനെ കാണുമ്പോൾ പുഷ്പൻ ഒരിക്കൽ പോലും പതറിയതായി കണ്ടിട്ടില്ല. മാത്രമല്ല പുഷ്പനോട് ബൈറ്റ് വെച്ച് നമ്മൾ പ്രതികരണം ചോദിക്കുമ്പോൾ പുഷ്പൻ എപ്പോഴും പാർട്ടിക്ക് അനുകൂലമായി, പാർട്ടി ജയിക്കേണ്ട അനിവാര്യതയെക്കുറിച്ച്, അല്ലെങ്കിൽ സമരങ്ങൾ, പോരാട്ടങ്ങൾ തുടരേണ്ട അനിവാര്യതയെക്കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നയം മാറ്റങ്ങൾ ഒന്നും തന്നെ പുഷ്പനെ ബാധിച്ചിട്ടേയില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ആ സഹന സമര നായകനാണ് ഇപ്പോൾ നാടിന്റെ അന്ത്യാഭിവാദ്യം ഏറ്റുവാങ്ങി ഏതാനും നിമിഷങ്ങൾക്കകം, ഇനി അല്പസമയത്തിനകം ഇവിടെ പുഷ്പന്റെ വീട്ടിലേക്ക് എത്തും. പുഷ്പന് പാർട്ടി തന്നെ പണിത് കൊടുത്ത വീടാണ്. വീട് തറവാട് വീടിന്റെ തൊട്ടുപുറത്ത് തന്നെയാണ്. അവിടെ എത്തിക്കഴിഞ്ഞ് അടുത്ത ബന്ധുക്കൾ കണ്ടതിന് ശേഷം നേരെ ഈ മേനപ്പുറത്തെ പാർട്ടി ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിനരികിൽ പാർട്ടി വാങ്ങിച്ച സ്ഥലത്ത് പുഷ്പൻ 6 അടി മണ്ണിലേക്ക് ചേരും, അഗ്നിനാമ്പുകൾ ഏറ്റുവാങ്ങും. പക്ഷേ ഇന്ത്യയിൽ ഒരു വിദ്യാർത്ഥി സമരത്തിൽ, ഒരു യുവജന സമരത്തിൽ ഒരു ജീവിച്ച രക്തസാക്ഷി ഉണ്ടെങ്കിൽ അത് പുഷ്പനാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം നാടിന്റെ വിദ്യാഭ്യാസ പ്രശ്നങ്ങൾക്ക് വേണ്ടിയായിരുന്നു അന്നത്തെ സഹകരണ മന്ത്രിക്ക് കൂത്തുപറമ്പ് സായാഹ്ന സഹകരണ ശാഖയുടെ, ബാങ്കിന്റെ ശാഖയുടെ ഉദ്ഘാടനത്തിന് വരുമ്പോൾ ആ
നിറതോക്കുമായുള്ള പോലീസിന് മുൻപിൽ വിരിമാറ് കാണിച്ചു കൊടുക്കാൻ തയ്യാറായ പുഷ്പൻ, ബാക്കി രാജീവനും റോഷനും എല്ലാം അപ്പോൾ തന്നെ മരണപ്പെട്ടു. പക്ഷേ 30 ആണ്ട് സഹനത്തിന്റെ പാതയിലൂടെ പാർട്ടിയെ തള്ളിപ്പറയാതെ, യുവജന പ്രസ്ഥാനത്തെ തള്ളിപ്പറയാതെ സമരങ്ങൾ തുടരേണ്ടതിന്റെ അനിവാര്യതയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് പുഷ്പൻ ഇത്രയും നാൾ, അതായത് 94 നവംബർ 25 നടന്ന ആ വെടിവെപ്പ് പിന്നിട്ട് 2024 വരെ അദ്ദേഹം സഹനത്തിന്റെ ജീവിതമാണ്. 3 പതിറ്റാണ്ട് അദ്ദേഹത്തിന്റെ ജീവിതം അതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മുഷ്ടി ചുരുട്ടി തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ ഓരോരുത്തരും, സ്ത്രീകളും പുരുഷന്മാരും റെഡ് സല്യൂട്ട് വിളിക്കുന്നു. ഇല്ല ഇല്ല, ഞങ്ങൾ മരിക്കില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അല്പസമയത്തിനകം ഈ സ്കൂളിൽ നിന്നും ഇവിടത്തേക്ക് മേനപ്പുറത്തെ വീട്ടിലേക്ക് മൃതദേഹം എത്തും. അത് കഴിഞ്ഞ് നേരെ സംസ്കാരത്തിലേക്ക് കടക്കും. അനുജ, ചൊക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇപ്പോൾ പൊതുദർശനം ഉണ്ടായിരുന്നു, അത് അവസാനിച്ചിരിക്കുന്നു. പുഷ്പന്റെ മൃതദേഹം വസതിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അല്പസമയത്തിനകം അത് വസതിയിൽ എത്തിച്ചേരും. അതിനുശേഷം അവിടെ ബന്ധുക്കൾക്ക് കാണാനുള്ള അവസരം, പിന്നീട് 5 മണിയോടെ സംസ്കാരം.